ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അമ്മൂസ് കിച്ചൻ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഇവിടെ ഒരു ചെറിയ മസാല ദോശയാണ് ഉണ്ടാക്കുന്നത്. അതിന് ഞാൻ ഒരു ക്യാരറ്റും ഒരു ബീറ്റ്റൂട്ടും മാത്രമേ എടുത്തിട്ടുള്ളൂ. ഒരുപാട് പച്ചക്കറികളൊന്നും എടുത്തിട്ടില്ല. പിന്നെ ഒരു 2 പച്ചമുളകും ഒരു തക്കാളിക്ക് ഇച്ചിരി കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നത്. വലിയ ഒരു കടകളിലെ പോലുള്ള ഒരു മസാല ദോശയൊന്നുമല്ല, ഒരു കുട്ടി മസാല ദോശ. അപ്പം നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്കൊരു ഫാൻ വെച്ച് തീ കത്തിച്ചിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണയൊന്ന് ചൂടാകുമ്പം പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതൊന്ന് പച്ചമുളകും കറിവേപ്പിലയും ഒന്ന് വഴന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഒരു ചെറിയ സവോളയാണ് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. നമുക്ക് സവോളയും കൂടെ ചേർത്ത് കൊടുക്കാം. സവോളയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. നന്നായിട്ട് ചെറുതായിട്ടൊന്ന് വഴന്ന് വന്ന് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒരു തക്കാളിക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇതും കൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളിക്ക് ഒരു മീഡിയം ടൈപ്പാണ് എടുത്തിരിക്കുന്നത്. ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്നത് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ സവോളയും തക്കാളിക്കയും പച്ചമുളകൊക്കെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്ക് ഒരു നുള്ള റെഡ് ചില്ലി പൗഡർ, മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു ടേസ്റ്റിന് വേണ്ടി മാത്രം. അതിൻ്റെ കുത്തിൽ പോകുന്നവരെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു നുള്ള മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം. ഒരു നുള്ളേ ഉള്ളൂ, അങ്ങനെ 1/4 സ്പൂൺ 1/2 സ്പൂണൊന്നും പറയാനില്ല. അതുപോലെ തന്നെ ഒരു നുള്ള കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇതെല്ലാം ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. അപ്പം നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിന് ചേർത്ത് കൊടുത്ത് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കിനിയും അരിഞ്ഞു വെച്ചിരിക്കുന്ന, ഞാൻ അരിഞ്ഞിരിക്കുമല്ല, ഞാൻ ചോപ്പ് ചെയ്തെടുത്താണ്. ചോപ്പ് ചെയ്തെടുത്തിരിക്കുന്ന ക്യാരറ്റും ബീറ്റ്റൂട്ടും, ഒരു മീഡിയം ടൈപ്പ് ക്യാരറ്റും ബീറ്റ്റൂട്ടുമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ക്യാരറ്റും ബീറ്റ്റൂട്ടും കൂടെ ഇതിനകത്ത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് അടച്ച് വെച്ച് അങ്ങനെ വേവിച്ചെടുക്കുകയൊന്നും വേണ്ട. ജസ്റ്റ് ഈ ക്യാരറ്റിൻ്റെയും ബീറ്റ്റൂട്ടിൻ്റെയും പച്ചച്ചവയൊന്ന് മാറുന്നിടം വരെ ഒന്ന് നന്നായിട്ടൊന്ന് ഇതാക്കിയെടുത്താൽ മതി. ഒത്തിരി വേവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങോട്ട് ഭയങ്കരമായിട്ടൊരു ചളചളാന്നാകും. അതുകൊണ്ട് ഒത്തിരി വേവിക്കണ്ട. വളരെ ഈസി ആയിട്ട് നമുക്കിപ്പം പെട്ടെന്ന് ഒരു ദോശ മാവൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് പെട്ടെന്ന് തന്നെ ചെയ്യാനുള്ള ഒരു ഈസി റെസിപ്പിയാണ് ഇത് ഞാൻ തരുന്നത്. അല്ലാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ പൊട്ടറ്റോയോ അല്ലെങ്കിൽ ബീൻസോ ഒക്കെ ചേർക്കാം. പക്ഷേ ഞാനിവിടെ ഇത് 2 മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പം നമ്മുടെ ക്യാരറ്റും ബീറ്റ്റൂട്ടും ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് നല്ലൊരു മസാലക്കൂട്ടായിട്ട് വന്നിട്ടുണ്ട്. ക്യാരറ്റും ബീറ്റ്റൂട്ടും അത്യാവശ്യം അതിൻ്റെ ഒരു ചെറുതായിട്ടൊക്കെ അതിൻ്റെ പച്ചപ്പൊക്കെ പോയി ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടാണ് ഇത് വെക്കുന്നത്. അങ്ങനെ വേവിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ ക്യാരറ്റും ബീറ്റ്റൂട്ടും ഇടയ്ക്കൊന്ന് കടിച്ച് ദോശ തിന്നാൻ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പം നമ്മുടെ മസാലക്കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു ബൗളിലോട്ട് മാറ്റാം. അപ്പം നമ്മുടെ മസാല റെഡി ആയി കഴിഞ്ഞപ്പോൾ നമുക്കൊരു പാൻ വെച്ചിട്ട് തീ ഒന്ന് കത്തിച്ച് കൊടുത്ത് നമ്മുടെ ദോശ ഉണ്ടാക്കാൻ വേണ്ടി, ദോശയുടെ മാവ് ഇവിടെ റെഡിയാണ്. ഞാൻ തലേദിവസം സാധാരണ ചെയ്യുന്ന പോലെ ഉഴുന്നും പച്ചരി വെള്ളത്തിട്ട് കുതിർത്തി അരച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവാണ്. ഉപ്പൊക്കെ ചേർത്ത് റെഡിയാക്കി വെച്ചിരിക്കുന്നു. അപ്പം നമുക്കിതൊരു ചെറിയൊരു സ്റ്റീൽ ബൗൾ എടുത്തിട്ട് അതുകൊണ്ട് നമുക്ക് ഈ മാവ്, അതിനകത്തൊരു കപ്പ് മാവ് എടുത്തിട്ട് കല്ലിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ അടിവശം കൊണ്ട് തന്നെ നമുക്കൊന്ന് ദോശ ഒന്ന് നിരത്തിയെടുക്കുകയും ചെയ്യാം. പാനിവിടെ ചെറിയൊരു പാനായതുകൊണ്ട് വലിയ വലിപ്പമായിട്ട് വരുന്നില്ല. ഒരു ചെറിയ മസാല ദോശയാണ്. നമ്മൾ കല്ലോ അല്ലെങ്കിൽ വലിയ ഫാനൊക്കെ വെച്ച് കഴിഞ്ഞാൽ വലിയൊരു ദോശ നമുക്ക് ഉണ്ടാക്കാം. കടയിലെ പോലെ വലിയൊരു ദോശയല്ല ഉണ്ടാക്കുന്നത്. അപ്പം നമ്മുടെ മാവിടെ സെറ്റായിട്ടുണ്ട് ദോശ. അപ്പം നമുക്ക് കുറച്ച് നെയ്യൊന്ന് ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്മുടെ ദോശയുടെ ഇതായിട്ടുണ്ട്. നമുക്കിനി മസാലക്കൂട്ട് ചേർത്ത് കൊടുക്കാം. ഞാൻ 2 വലിയ ടേബിൾ സ്പൂണിൽ
മസാല കൂട്ടാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പം ദോശയൊക്കെ ഒന്ന് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് മടക്കി വെച്ച് കൊടുക്കാം. നമ്മുടെ മസാല ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒത്തിരി ഞാനങ്ങ് ക്രിസ്പി ആക്കുന്നില്ല, എനിക്ക് ഇച്ചിരി സോഫ്റ്റായിട്ടിരിക്കുന്നതാണ് ഇഷ്ടം. സോ നമുക്ക് ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. നല്ലതായിട്ടൊന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. പ്ലേറ്റിലോട്ട് മാറ്റാം. ഞാൻ 4 ദോശയ്ക്ക് വേണ്ടിയാണ് മസാല എടുത്തിരിക്കുന്നത്. സോ നമുക്കിനി അടുത്ത ദോശയും അതുപോലെ തന്നെ ഒഴിച്ചു കൊടുത്ത് മസാല വെച്ച് നമുക്ക് അതുപോലെ തന്നെ വീണ്ടും ഒന്ന് റൗണ്ടാക്കി ഇച്ചിരി ഒരു തിക്കായിട്ടുള്ള മാവാണ്. മസാല ദോശയ്ക്ക് കുറച്ചും കൂടെ ലൈറ്റായിട്ടാണ്, അങ്ങനെ നല്ല പേപ്പർ പോലെ വരും. പക്ഷെ ഇപ്പം ഞാൻ ഇത്രയും ഒരു തിക്കിലാണ് ഉണ്ടാക്കുന്നത് ദോശ. നെയ്യ് ഒഴിച്ച് കൊടുത്തു. വീണ്ടും നമുക്കിത് മസാല കവർ ചെയ്ത് ഒന്ന് മടക്കിയെടുക്കാം. നമ്മുടെ ദോശ ഒന്ന് മടക്കി കൊടുക്കാം. ഓക്കെ, അപ്പം നമ്മുടെ മസാല ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതൊന്ന് ടേസ്റ്റ് ചെയ്യാം. ഞാനിവിടെ ചമ്മന്തിയും പരിപ്പ് കറി ഉണ്ടായിരുന്നു. നല്ല ചൂട് പരിപ്പ് കറിയും കൂട്ടിയാണ് കഴിക്കുന്നത്. ഭയങ്കര ടേസ്റ്റാണ്. അപ്പം ഞാനുണ്ടാക്കിയിട്ട് ഞാൻ തന്നെ കഴിച്ചിട്ട് കാണിക്കുകയാണെന്ന് വിചാരിക്കണ്ട. എനിക്കിപ്പം ഒരു 3 മണിയൊക്കെ ആയപ്പോൾ നല്ലൊരു വിശപ്പുണ്ട്. അപ്പം നമ്മുടെ മസാല ദോശയും ചട്നിയും പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ പരിപ്പ് കറിയും വളരെ ടേസ്റ്റികരമാണ്. അപ്പോൾ വീട്ടിൽ ദോശ ഉണ്ടാക്കുമ്പോൾ പരിപ്പ് കറിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം, എൻ്റെ വീഡിയോ ഷെയർ ചെയ്യണം. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.